ഞാൻ എൻ്റെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ലാബിൽ വന്നിട്ടുള്ളത്. ഷുഗർ ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ വെറുതെ ചെക്ക് ചെയ്യുക എന്നുള്ളതല്ല. ഞാൻ 2 ദിവസം മുന്നേ നല്ലൊരു പെയിന് വന്നിട്ടുണ്ടായിരുന്നു. വയറിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് പെയിൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യമൊന്നും ഞാനത് മൈൻഡാക്കിയില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, സഹിക്കാൻ പറ്റാത്തൊരു രീതിയിൽ വന്നപ്പോൾ ഇരിക്കാനും എണീറ്റ് നിൽക്കാനും ഒക്കെ നല്ല ബുദ്ധിമുട്ട് തോന്നി. അപ്പം അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയപ്പോഴാണ് യൂറിൻ ടെസ്റ്റ് ചെയ്യാനും അതുപോലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് വന്നപ്പോഴാണ് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെള്ളം കുടിക്കാത്ത പ്രശ്നമോ അതല്ലെങ്കിൽ എനിക്ക് വേറെ ബുദ്ധിമുട്ടോ ഒന്നും, യൂറിൻ ഇൻഫെക്ഷൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് ഫീൽ ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ടെസ്റ്റിൽ നന്നായിട്ട് യൂറിൻ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോഴാണ് ഷുഗറും നല്ല ഹൈ ആയിട്ടാണ് ഷുഗറും കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷുഗർ കൂടി കഴിയുമ്പോഴാണ് യൂറിൻ ഇൻഫെക്ഷനും വരും എന്ന് പറയുന്നുണ്ട്. അതും അതിൻ്റെ ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞു. എന്തായാലും നല്ല ക്ഷീണവും കുഴക്കവും ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഷുഗർ ചെക്ക് ചെയ്യണം, 2 നേരം ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ഇൻസുലിനും വെക്കാൻ തന്നിട്ടുണ്ടായിരുന്നു, കാരണം ഷുഗർ കൺട്രോൾ ആവണം, എന്നാലേ പെയിന് കുറയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂറിന് കൾച്ചർ ചെയ്യാനും വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്തായാലും ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഷുഗർ എന്ന് കേൾക്കുമ്പം ഇപ്പം എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളൊരു സംഭവമാണ്, ഒരു രോഗമാണ്. പക്ഷെ ഒരു രോഗം എന്നും പറയാൻ വയ്യ. പക്ഷെ അത് നമ്മൾ കാണുന്ന പോലെയല്ല എന്നുള്ളത് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പറയണം. എൻ്റെ എല്ലാ അസുഖത്തിൻ്റെ പിന്നിലും ഈ ഒരു ഷുഗറാവും. എന്തസുഖം വരുമ്പോഴും ഷുഗർ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൈ ആവും എന്നുള്ളതാണ്. ഇപ്പോൾ കുറച്ച് മുന്നേ ഞാൻ ഈ വീഡിയോ ഇട്ടതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എനിക്കൊരു ബ്ലോക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിനും കാരണം ഈ ഒരു ഷുഗർ തന്നെയാണ് കേട്ടോ. ഈ ഷുഗർ നമ്മൾ ഒരുപാട് മധുരം കഴിച്ചിട്ടാണ് വരുന്നതെന്ന് പറയണത് വെറുതെയാണ്. കാരണം എൻ്റെ ഒരു ലൈഫിൽ ഞാൻ മധുരം, എൻ്റെ ചെറുപ്പം തൊട്ടേ ഞാൻ മധുരം കഴിക്കലില്ലേനു. ഇത് പാരമ്പര്യമായിട്ട് വരുന്നതാണ് എന്നാണ് ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഷുഗറുള്ള ആളുകൾ നന്നായിട്ട് അതിനെ കെയർ ചെയ്യണം, ഷുഗർ കൂടാതെ നോക്കുക. ഈ ഒരു ഷുഗറാണ് എല്ലാത്തിൻ്റെയും ബാക്കിൽ എന്നുള്ളത് ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പറയുകയാണ്. നല്ല ആക്റ്റീവ് ആവണം എന്നൊക്കെ നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാലും ഷുഗർ കൂടിക്കഴിഞ്ഞാലും നമുക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ ഒരുപാട് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ആദ്യത്തെ അത്ര എനിക്ക് അങ്ങോട്ട് ഒരു എനർജിയും കാര്യങ്ങളും ഇപ്പോൾ കിട്ടണില്ല. എന്നാലും ഞാൻ എൻ്റെ മനസ്സിന് മാക്സിമം കരുത്ത് കൊടുത്ത് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് വേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്ത് അസുഖം ഉണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ ആ അസുഖത്തിനെ മൈൻഡ് ചെയ്യാതെ നമ്മളെ മനസ്സിനൊരു ശക്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ മുന്നോട്ട് പോകാൻ പറ്റും. എന്നാലും ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഷുഗർ എന്ന് പറഞ്ഞത് നമ്മളെ ലൈഫിലൊരു വില്ലനായിട്ട് കടന്നു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കും. നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഓക്കെ, ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുക. ഓക്കെ, താങ്ക് യു.